ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 11 ശ്ലോകം 2. ദിവ്യന്മാരായ സനകാദികൾ ഭഗവാനെ കാണാൻ വേണ്ടി വൈകുണ്ഠലോകത്തിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ സനകാദികൾ വൈകുണ്ഠമൂർത്തിയുടെ വാസഗ്രഹത്തിൻ്റെ ഗോപുരവാതിൽക്കൽ എത്തുന്നു. രണ്ടാമത്തെ ശ്ലോകത്തിൽ മനോജ്ഞനൈശ്രേയസ കാനനാദ്യൈരനേകവാഭീമണിമന്ദിരൈശ്ച അനോപമം തം ഭവതോ നികേതം മുനീശ്വര പ്രാപുരധീതകക്ഷ്യ. മനോജ്ഞ നൈശ്രേയസ കാനനാദ്യൈഃ അനേക വാപി മണിമന്ദിരൈഃ ച അനോപമം തം ഭവതോ നികേതം മുനീശ്വരാः പ്രാപുഃ അധീതകക്ഷ്യാः. മുനീശ്വരാः അധീതകക്ഷ്യാः. മഹർഷിമാർ 6 മതിൽക്കെട്ടുകൾ കടന്ന് മനോജ്ഞ നൈശ്രേയസ കാനനാദ്യേഹി മനോഹരമായ നൈശ്രേയസം എന്ന ഉദ്യാനം മുതലായവ കൊണ്ടും അനേക വാബീമണി മന്ദിരേഹി ച അനേകം തടാകങ്ങൾ കൊണ്ടും മണിമാളികകൾ കൊണ്ടും അനോപമം അതുല്യമായ ഭവതഃ അവിടുത്തെ തം നികേതം ആ വാസഗ്രഹത്തിൻ്റെ അടുക്കൽ പ്രാപുഹു എത്തിച്ചേർന്നു. വൈകുണ്ഠത്തിലുള്ള ഉദ്യാനത്തിന് നൈശ്രേയസം എന്നാണ് പേര്. കൽപ്പകവൃക്ഷങ്ങൾ നിറഞ്ഞ ഉദ്യാനമാണ് അത്. അമൃതജലം നിറഞ്ഞു നിൽക്കുന്ന തടാകങ്ങളുടെ 4 ഭാഗവും പവിഴം കൊണ്ടാണ് പടുത്ത് കെട്ടിയിട്ടുള്ളത്. മണിമാളികകളിൽ എപ്പോഴും ഭക്തജനങ്ങൾ ഭഗവത് കഥകൾ പാടുന്നത് കേൾക്കാം. അങ്ങനെ എന്തുകൊണ്ട് നോക്കിയാലും ഭഗവാന്റെ ആ വൈകുണ്ഠത്തിന് തുല്യമായ ഒരു മന്ദിരം വേറെ ഇല്ല തന്നെ. 6 മതിൽക്കെട്ടും കടന്ന് 7ാമത്തെ മതിലിനുള്ളിലാണ് ഭഗവാന്റെ വാസഗ്രഹം. അതിൻ്റെ ഗോപുരവാതിൽക്കൽ എത്തിച്ചേർന്നു സനകാദികൾ. മഹർഷിമാരെ 6 മതിൽക്കെട്ടുകൾ കടന്ന് മനോഹരമായ നൈശ്രേയസം എന്ന ഉദ്യാനം മുതലായവ കൊണ്ടും അനേകം തടാകങ്ങൾ കൊണ്ടും മണിമാളികകൾ കൊണ്ടും അതുല്യമായ അവിടത്തെ ആ വാസഗ്രഹത്തിൻ്റെ അടുക്കൽ എത്തിച്ചേർന്നു. മനോജ്ഞ നൈശ്രേയസ കാനനാദ്യൈർ അനേകവാഭീമണിമന്ദിരൈശ്ച അനോപമം തം ഭവതോ നികേതം മുനീശ്വര പ്രാപുരധീതകക്ഷ്യ. മനോജ്ഞ നൈശ്രേയസ കാനനാദ്യൈർ അനേകവാഭീമണിമന്ദിരൈശ്ച അനോപമം തം ഭവതോ നികേതം മുനീശ്വര പ്രാപുരധീതകക്ഷ്യ. മനോജ്ഞ നൈശ്രേയസ കാനനാദ്യൈർ അനേകവാഭീമണിമന്ദിരൈശ്ച അനോപമം തം ഭവതോ നികേതം മുനീശ്വര പ്രാപുരധീതകക്ഷ്യ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.